हर हर महादेव। नमस्कार। कार्यक्रम में उपस्थित യോഗത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഉത്തർപ്രദേശിന്റെ ജനകീയനും ബഹുജനോപകാരിയുമായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജി, മന്ത്രിസഭയിൽ എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ ഹർദീപ് സിംഗ് പുരി ജി, ഉത്തർപ്രദേശിലെ മന്ത്രിമാരായ ശ്രീ അശുതോഷ് ടണ്ടൻ ജി, നീലകണ്ഠ തിവാരി ജി, അഖിലേന്ത്യാ മേയർ കൗൺസിൽ ചെയർമാൻ ശ്രീ നവീൻ ജെയിൻ ജി, കാശിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സന്നിഹിതരായിരിക്കുന്ന മേയർമാരെ, മറ്റ് വിശിഷ്ടാതിഥികളെ, സഹോദരീ സഹോദരന്മാരെ, और देश के कोने कोने से जुड़े आप सभी मेयर साथियों और अन्य सभी महानुभाव भाइयों और बहनों, കാശിയിലെ എം പി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. കാശിയിലേക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായി സ്വാഗതം ആശംസിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു. സമയത്തിന്റെ പരിമിതി മൂലം അവിടെ സന്നിഹിതനായി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ കാശിയിലെ ജനങ്ങൾ നിങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് പരമാവധി കരുതൽ അവർ നൽകും. എന്തിനെക്കുറിച്ചും കുറവുണ്ടായാൽ അത് കാശിയിലെ ജനങ്ങളുടെ വീഴ്ചയായി കാണരുത്, മറിച്ച് എന്റേതാണ്. അതിനാൽ നിങ്ങൾ എന്നോട് പൊറുക്കണം. നിങ്ങൾ ഈ സമ്മേളനം ആസ്വദിക്കും എന്ന് ഞാൻ കരുതുന്നു. आपकी भरचक खातिरदारी की होगी, चिंता की होगी, और अगर कुछ कमी रह भी गई हो तो दोष काशीवासियों का नहीं होगा, वो दोष मेरा होगा, और इसलिए आप जरूर क्षमा करेंगे और काशी के आपके इस वास्तव्य को आप भरपेट एंजॉय भी करेंगे और मिल बैठ करके भावी भारत के लिए, भारत के शहरों के उज्जवल भविष्य के लिए, ഇന്ത്യയിലെ നഗരങ്ങളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമെന്നും അന്യോന്യം പല കാര്യങ്ങളും പഠിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നഗരങ്ങളെ നിങ്ങളുടേതായ രീതിയിൽ സുന്ദരവും ആകർഷകവുമാക്കി മാറ്റുന്നതിന് സാധ്യമായതെല്ലാം നിങ്ങൾ ചെയ്യുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഔദ്യോഗിക കാലാവധി സമയത്ത് സ്വന്തം നഗരങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ എല്ലാ മേയർമാർക്കും ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. സ്വന്തം നഗരത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടയാളങ്ങൾ അവശേഷിപ്പിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടാവും. അതുവഴി 5 അല്ല, 20 അല്ല, 50 വർഷം കഴിഞ്ഞാലും ജനങ്ങൾ നിങ്ങളെ ഓർമ്മിക്കും. എല്ലാവർക്കും ഈ സ്വപ്നമുണ്ട്. അതിനാൽ നിങ്ങളുടെ പ്രവൃത്തികൾ അവിസ്മരണീയങ്ങളാകട്ടെ. അതിന് നിങ്ങൾ ഈ തീരുമാനത്തോട് പൂർണ്ണ മനസ്സോടെ പ്രതിജ്ഞാബദ്ധമാകണം. മുഴുവൻ നഗരത്തിന്റെയും ഉത്തരവാദിത്വം ജനങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നാം അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. और हर किसी के मन में ये सपना भी रहना चाहिए, ये संकल्प भी रहना चाहिए, और इस संकल्प की पूर्ति के लिए जी जान से जुट जाना भी चाहिए. और जनता ने जब हम पर विश्वास रखा हो, नगर का पूरा दायित्व हमें दिया हो, तो हमें भी इसको भली भांति पूरा करने का प्रयास करना चाहिए. और मुझे पक्का विश्वास है कि आप सब उस दिशा में जरूर कुछ न कुछ करते होंगे, जरूर उसका अच्छा परिणाम मिले, इसके लिए आपका प्रयास रहते होंगे. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ ദിശയിൽ ചിലതെല്ലാം ചെയ്യും. ഇതെനിക്ക് ഉറപ്പുണ്ട്. സദ്ഫലങ്ങൾക്കായി നിങ്ങൾ പരിശ്രമങ്ങൾ തുടരണം. ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ നഗരവികസന മന്ത്രാലയത്തെയും നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു.
നിങ്ങൾ ബനാറസിനെ, എന്റെ കാശിയെ ഈ സുപ്രധാന പരിപാടിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. രാജ്യവികസനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ തീരുമാനങ്ങളെ ഭഗവാൻ വിശ്വനാഥൻ അനുഗ്രഹിക്കുമ്പോൾ പുതിയ പ്രചോദനവുമായി, നവോന്മേഷവുമായി നിങ്ങൾ തിരികെ പോകും. കാശിയിലെ ഈ പരിപാടിയെ വിവിധ സാധ്യതകൾക്കൊപ്പമാണ് ഞാൻ കാണുന്നത്. ഒരു വശത്ത് ബനാറസ് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നാണ്. മറുവശത്ത് ഇത് ആധുനിക ഇന്ത്യയിലെ ആധുനിക നഗരങ്ങൾക്കുള്ള രൂപരേഖയുമാണ്. ഈയിടെ കാശിയിൽ പോയപ്പോൾ ഞാൻ പറയുകയുണ്ടായി, കാശിയുടെ വികസനം രാജ്യം മുഴുവന്റെയും വികസനത്തിന്റെ മാർഗഭൂപടമാണ് എന്ന്. രാജ്യത്തെ മിക്കവാറും നഗരങ്ങൾ പരമ്പരാഗത നഗരങ്ങളാണ്. അവയുടെ വികസന പരമ്പരാഗത മാർഗത്തിലൂടെയുമാണ്. ആധുനികവൽക്കരണത്തിന്റെ ഈ യുഗത്തിൽ ഈ നഗരങ്ങളുടെ പൗരാണികത്വത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. ഓരോ തെരുവിൽ നിന്നും, അവിടുത്തെ ഓരോ ശിലയിൽ നിന്നും ആ പുരാതന നഗരത്തിന്റെ ചരിത്ര നിമിഷങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. हमारे इन शहरों की प्राचीनता में भी उतनी अहमियत है. हम अपने प्राचीन शहरों में उनकी हर गली से, हर पत्थर से, हर पल से, इतिहास के हर तबारीख से बहुत कुछ सीख सकते हैं. उनके ऐतिहासिक अनुभवों को, അവരുടെ ചരിത്രാനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ പ്രചോദനമാക്കി മാറ്റാൻ കഴിയും. അതിലൂടെ നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കാനും സൗന്ദര്യവൽക്കരിക്കാനുമുള്ള പുതിയ വഴികൾ വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാദേശിക കലാവാസനകളെയും ഉൽപ്പന്നങ്ങളെയും പോഷിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അവയെ നഗരത്തിലെ മികവിന്റെ മുദ്രയാക്കി മാറ്റേണ്ടത് എപ്രകാരമാണെന്നും നമുക്ക് പഠിക്കാനാവും. साथियों, നിങ്ങൾ ബനാറസ് സന്ദർശിക്കുമ്പോൾ പലരും നേരത്തെ സന്ദർശിച്ചിട്ടുണ്ടാവും. പുതിയ മാറ്റങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണും. അതിനെ പഴയ ഓർമ്മകളുമായി താരതമ്യം ചെയ്യുക. അതെ, സമയം നിങ്ങളുടെ നഗരവും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതേസമയം നിങ്ങളുടെ നഗരവും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. കാശിയിലെ നദിയെയും തെരുവിനെയും നിങ്ങളുടെ നഗരത്തിലേതുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുകയും അത് നിങ്ങളുടെ സഹമേയർമാരുമായി ചർച്ച നടത്തുകയും ചെയ്യും. അവരുമായി ചർച്ചകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും പദ്ധതികളും ലഭിക്കും. അപ്പോൾ മേയർ ആ പ്രവൃത്തിയെ അദ്ദേഹത്തിന്റെ നഗരത്തിൽ പകർത്തും. നിങ്ങളുടെ നഗരത്തിലെയും സംസ്ഥാനത്തിലെയും ജനങ്ങൾ സന്തുഷ്ടരാകും. ഒരു പുതിയ അഭിപ്രായം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. നാം പരിണാമത്തിൽ വിശ്വസിക്കാൻ ശ്രമിക്കണം. ഇന്ത്യക്ക് പരിണാമം ആവശ്യമില്ല, മറിച്ച് പുനർജീവനമാണ് വേണ്ടത്. കാരണം പഴയതെല്ലാം തച്ചുടയ്ക്കുക എന്നത് നമ്മുടെ മാർഗമല്ല. പഴയവയെ വീണ്ടും മോടിയാക്കി ആധുനിക കാലത്തിന്റെ ആവശ്യങ്ങൾ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. पुराना सब तोड़ना, फोड़ना, खत्म करना, ये हमारा रास्ता नहीं है. लेकिन पुराना जो कुछ भी है उसको संवारते हुए आधुनिकता की तरफ हम कैसे जाए, आधुनिक युग की आवश्यकताओं की पूर्ति के लिए हम कैसे आगे बढ़े, ये हम लोगों का प्रयास रहना चाहिए. अब हम देखिए, स्वच्छता का अभियान चल रहा है. पूरे देश में हर वर्ष स्वच्छ शहर की घोषणा होती है. लेकिन मैं देख रहा हूं धीरे धीरे कि कुछ ही शहरों ने अपनी जगह बना ली है. अच्छी बात है. लेकिन രാജ്യമെമ്പാടും ഇപ്പോൾ ശുചിത്വ പ്രചാരണ പരിപാടി നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. എല്ലാ വർഷവും ഏറ്റവും ശുചിയായ നഗരത്തെ പ്രഖ്യാപിക്കാറുമുണ്ട്. ചില നഗരങ്ങൾ സ്വയം തെളിയിച്ചു കഴിഞ്ഞു. മറ്റു ചില നഗരങ്ങൾ അവാർഡ് ഒരു പ്രത്യേക നഗരത്തിനെ ലഭിക്കുകയുള്ളൂ എന്ന ചിന്തയുമായി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. നമുക്കതിന് സാധിക്കില്ല എന്ന തരത്തിലുള്ള ചിന്താഗതി പാടില്ല. ശുചിത്വത്തിന്റെ മത്സരത്തിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് പിന്നിലാവില്ല എന്ന്
അടുത്ത പ്രാവശ്യം എല്ലാ മേയർമാരും പ്രതിജ്ഞയെടുക്കണം. നിങ്ങൾക്ക് ഈ തീരുമാനമെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി അവരെ അംഗീകരിക്കുമ്പോൾ അതിനായി പരമാവധി പരിശ്രമിക്കുന്ന നഗരങ്ങളെയും ഒപ്പം അംഗീകരിക്കണമെന്ന് ഞാൻ ഹർദീപ് പുരിജിയോട് അഭ്യർത്ഥിക്കാറുണ്ട്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന 3 നഗരങ്ങളുടെ പട്ടികയും തയ്യാറാക്കണം. ശുചിത്വത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ പരാജയപ്പെട്ട അവയെക്കുറിച്ച് ആ സംസ്ഥാനങ്ങളിൽ പരസ്യം നൽകണം. അത് ജനങ്ങളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ഉണ്ടാവാൻ കാരണമാകും. അത് കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. क्या आप हर महीना बोर्ड के बीच स्वच्छता की स्पर्धा ऑर्गेनाइज कर सकते हैं क्या? जूरी बना करके इस महीने में कौन सा बोर्ड सबसे ज्यादा स्वच्छता का इनाम ले रहा है, अगर शहर के बोर्डों में कंपटीशन होगी, बोर्ड के काउंसिलर्स के बीच में स्पर्धा होगी, तो उसका क्यूमुलेटिव इफेक्ट, टोटल जो इफेक्ट है वो पूरे शहर का रूप बदलने में काम आएगा. ശുചിത്വത്തെ ഒരു വാർഷിക പരിപാടിയായി കാണരുത് എന്ന് മേയർമാരായ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ മാസവും മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഭരണസമിതികളിൽ ഓരോ ശുചിത്വ മത്സരം സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ സമിതികളുടെ പ്രകടനം വിലയിരുത്താൻ വിധികർത്താക്കളുടെ സമിതിയും രൂപീകരിക്കണം. സമിതികളുടെ കൗൺസിലർമാർ തമ്മിൽ ഇത്തരത്തിൽ ഒരു മത്സരം ഉണ്ടെങ്കിൽ അതിന് സഞ്ചിത ഫലം ഉളവാകുകയും അത് നഗരത്തിന്റെ മുഴുവൻ ബാഹ്യരൂപത്തെ തന്നെ മാറ്റുകയും ചെയ്യും. ശുചിത്വത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് സൗന്ദര്യവൽക്കരണം. ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗന്ദര്യ പ്രദർശനങ്ങളെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. സൗന്ദര്യവൽക്കരണ പ്രചാരണ പരിപാടി ആരംഭിക്കണം. വൃത്തിയും സൗന്ദര്യബോധവുമായിരിക്കണം അതിൻ്റെ മാനദണ്ഡം. ഓരോ നഗരവും വിധികർത്താക്കളുടെ സമിതി രൂപീകരിക്കണം. ഭിത്തികൾ എപ്രകാരം ചായമടിക്കണം എന്നതിനും കടകളിൽ ബോർഡുകൾ എങ്ങനെ പ്രദർശിപ്പിക്കുന്നതിനും എങ്ങനെ തെരുവുകളിൽ അടയാളങ്ങളും വിലാസങ്ങളും എഴുതണം എന്നതിനും മത്സരം വേണം. ഇത്തരം നിരവധി കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവ വേളയിൽ സാധാരണക്കാരെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്ന 3 കാര്യങ്ങളുണ്ട്. 1. സ്വാതന്ത്ര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി നഗരതലത്തിൽ ഒരു കളമെഴുത്ത് മത്സരം നടത്തണം. അടുത്ത ജനുവരി 26 വരെ ഇത്തരത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക. അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവം വിഷയമാക്കി നിങ്ങളുടെ നഗരത്തിൽ ഒരു പാട്ട് മത്സരം നടത്തുക. നമ്മുടെ അമ്മമാരെയും പുത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുക. നവജാത ശിശുക്കൾക്ക് വേണ്ടി താരാട്ടുപാട്ടുകൾ പാടുന്ന പഴയ പാരമ്പര്യം നമുക്കുണ്ട്. നമുക്ക് കുറച്ച് ആധുനിക താരാട്ടുപാട്ടുകൾ ആയിക്കൂടെ? രാജ്യത്തിന് 2047 100 വയസ്സ് തികയുമ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ ഭാവി? ഇന്ന് ജനിച്ച് അമ്മയുടെ താരാട്ട് കേൾക്കുന്ന കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ എന്തായിരിക്കും? ആ അമ്മ പാടേണ്ടത് ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള താരാട്ടാവണം. അതവനെ തുടക്കം മുതൽ സംസ്കാര സമ്പന്നനാക്കണം. ഇത് നമുക്ക് ചെയ്തുകൂടെ? ഇന്നലെ നിങ്ങൾ ഗംഗ കണ്ടു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ കാശിയിലെത്തുന്നു. കാശിയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഗംഗാമാതാവിന് വലിയ പങ്കാണുള്ളത്. ഗംഗാമാതാവിൻ്റെ തീരങ്ങളിൽ നടക്കുന്ന പുനർജീവന പ്രവർത്തനങ്ങൾ കാശിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ശക്തിയാണ് പകരുന്നത്. നദികളുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിരവധി നഗരങ്ങളുണ്ട്. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ നദിക്ക് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. എന്ന് മാത്രവുമല്ല, അവയിൽ പലതും അഴുക്ക് ചാലുകളായി മാറുകയും ചെയ്യുന്നു. ഈ നദികളുടെ കാര്യത്തിൽ നാം വളരെ മൃദുവായ സമീപനം സ്വീകരിക്കണം. ലോകം മുഴുവൻ ജലപ്രതിസന്ധിയെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നാം നദികളെ
ശ്രദ്ധിക്കുന്നേയില്ല. പിന്നെ എങ്ങനെ നമുക്ക് അവയെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കും? എല്ലാ വർഷവും 7 ദിവസം നമുക്ക് നദീ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചുകൂടെ? നഗരം മുഴുവൻ അതിൽ ഭാഗഭാഗാക്കണം. അതിൽ നദി ശുചീകരണം വേണം. നദിയുടെ ചരിത്രത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ വേണം. നദിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ അനുസ്മരണം വേണം. കവികളുടെ സംഗമം വേണം. നഗരത്തിൻ്റെ വികസന യാത്രയിൽ അതിനെ നയിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന നദിയെ നാം ലാഘവത്തോടെ കാണാൻ പാടില്ല. നദിയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച പുതിയ ആവേശം നിങ്ങളുടെ നഗരത്തിൽ നവോന്മേഷം നിറയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. उस नदी को संभालना, उस नदी को संवारना, उस नदी के महात्म्य को समझना समझाना, ये अगर न करें तो फिर हम कैसे गौरव कर सकते हैं? क्या हम एक काम कर सकते हैं? हर वर्ष 7 दिन के लिए जब भी आपकी सुविधा हो नदी उत्सव मनाएं. नदी उत्सव मना करके पूरे नगर को उसमें जोड़े. उसमें सफाई का काम हो सकता है, नदी का, नदी के इतिहास के संबंध में कुछ बातें हो सकती हैं, नदी के तट पर हुई घटनाओं को लेकर के बातें हो सकती हैं, नदी का गुणगान करने वाली बातें हो सकती हैं. कभी नदी के तट पर जाकर के कुछ समारोह हो सकते हैं, कुछ कवि सम्मेलन हो सकते हैं. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം സംബന്ധിച്ച് എത്രമാത്രം ബോധ്യമുള്ളവരാണ് നാം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരം പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കരുത് എന്ന് നിങ്ങൾ നഗരത്തിലെ വ്യാപാരികളോടും കച്ചവടക്കാരോടും പറയണം. അതിന് നാം ജീവിതത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണം. പകരം കടലാസുകൊണ്ട് പാവപ്പെട്ടവർ നിർമ്മിക്കുന്ന പേപ്പർ ബാഗുകൾ ഉപയോഗിക്കണം. സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് സഞ്ചി എടുക്കുന്നത് ശീലമാക്കണം. പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗ വസ്തുക്കൾ നിർമ്മിക്കുന്ന വൃത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ലോകമെമ്പാടും പ്രാധാന്യമേറി വരികയാണ്. വേണമെങ്കിൽ ഇത്തരത്തിൽ ഒരു മത്സരം, അതായത് പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗ വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു മത്സരം നഗരത്തിൽ സംഘടിപ്പിച്ച് അതിൽ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശനമേള നടത്തി വിറ്റഴിക്കാവുന്നതാണ്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അമ്പരപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിരവധി കലാകാരന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കവലകളിൽ അത് സ്ഥാപിച്ചാൽ അവ സ്മാരകങ്ങളാകും. മാലിന്യ നിർമ്മാർജ്ജനം ഇന്ന് വലിയ വരുമാന മാർഗമായി മാറിയിരിക്കുന്നു. ചില നഗരങ്ങളിൽ ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ മാതൃകകളെ എപ്രകാരം വികസിപ്പിക്കാനാവുമെന്ന് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ മലിനജലം വീണ്ടും ഉപയോഗിക്കാം. ഉദ്യാനങ്ങളിൽ നാം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലെ കൃഷിക്കാർക്ക് വെള്ളം കിട്ടാതെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാവില്ലേ? ആ വെള്ളമാണ് നാം നഗരത്തിൽ തോട്ടം നനയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. തോട്ടം നനയ്ക്കുന്നതിന് കുടിവെള്ളം ആവശ്യമില്ല. അതിന് ശുദ്ധീകരിച്ച പാഴ്ജലം ധാരാളം മതി. മാലിന്യത്തെ സമ്പത്താക്കി മാറ്റുക. ജലത്തിലെ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നഗരവാസികളുടെ ആരോഗ്യത്തിലും സാരമായ മാറ്റമുണ്ടാകും. നഗരങ്ങളുടെ ആരോഗ്യത്തിന് ഈ പ്രതിരോധ നടപടികൾക്ക് ഊന്നൽ നൽകാത്ത പക്ഷം പിന്നെ നാം എത്ര ആശുപത്രികൾ നിർമ്മിച്ചിട്ടും ഫലമില്ല, അവ തികയില്ല. അതിനാൽ നമ്മുടെ നഗരത്തെ വൃത്തിയായും ആരോഗ്യപൂർണമായും സൂക്ഷിക്കാൻ പരിശ്രമിക്കണം. അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തെരുവിലേക്കോ നിർമ്മാണ സ്ഥലങ്ങളിലേക്കോ വലിച്ചെറിയരുത്. മാറ്റത്തിന് പരിശ്രമിക്കുക. ഉദാഹരണത്തിന് സൂറത്തിൽ ഒരു ആധുനിക മാതൃകാ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് വികസിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധീകരിച്ച മലിനജലം വ്യവസായശാലകൾക്ക് വിറ്റ് നഗരസഭ പണമുണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മറ്റ് നഗരങ്ങളിലും സംഭവിക്കണം. ഞാൻ ഇതേക്കുറിച്ച് ബോധവാനാണ്. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. अगर हम शहर में आरोग्य के लिए ये प्रिवेंटिव चीजों पर बल नहीं देंगे तो कितने ही अस्पताल बनाए कम पड़ जाएंगे, स्वाभाविक है. और इसलिए हम हमारा शहर स्वच्छ रहे, स्वस्थ भी रहे,
ये भी हम लोगों का प्रयास होना चाहिए। और मुझे पक्का विश्वास है कि हम घर से निकले कूड़े कचरे से लेकर के, रसोई से निकले हुए कूड़े कचरे से लेकर के, गली मोहल्ले के कूड़े कचरे तक, या इमारतें पुरानी तोड़ करके नई बन रही हैं तो वो भी, इन सारी एक जगह तय करे और कूड़ा कचरा फेंक दे, ऐसा नहीं। നഗരങ്ങൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നാം നമ്മുടെ നഗരങ്ങളുടെ ജനന തീയതി കണ്ടുപിടിക്കണം. ചില രേഖകൾ ചില സ്ഥലങ്ങളിൽ കണ്ടേക്കാം. നഗരത്തിൻ്റെ ജന്മദിനം ആഘോഷത്തോടെ കൊണ്ടാടണം. നഗരത്തിന് അഭിമാനിക്കാവുന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കണം. നഗരത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് ഓരോ പൗരന്മാരിലും ആവേശം ജനിപ്പിക്കണം. അതല്ലാതെ ഉപരിപ്ലവ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്തുണ്ടാകാൻ? യോഗിജി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ LED ബൾബുകളെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങളുടെ നഗരത്തിൽ LED ബൾബില്ലാത്ത പോസ്റ്റ് ഇല്ല എന്ന്? മുനിസിപ്പാലിറ്റിയുടെ വൈദ്യുതി ബിൽ കുത്തനെ താഴും. പ്രകാശത്തിൻ്റെ തിളക്കത്തിനും മാറ്റമുണ്ടാകും. ഈ പ്രചാരണ പരിപാടി 2-3 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയായി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ വോട്ടർമാരെയും സമീപിക്കാൻ സാധിക്കും. LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇടത്തരം കുടുംബങ്ങളിലെ വൈദ്യുതി ബില്ല് കുത്തനെ കുറയും. വർഷം അവർക്ക് 200 മുതൽ 2000 രൂപ വരെ ഈ ഇനത്തിൽ ലാഭിക്കാനും സാധിക്കും. ഈ ദിശയിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിന് ഇന്ന് പല പദ്ധതികളുമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുകയാണ്. നഗരവികസനത്തിൽ ജനപങ്കാളിത്തം വേണം. നാം അതിന് ഊന്നൽ നൽകണം. സ്കൂളുകളിലെ NCC യൂണിറ്റിനെ പങ്കെടുപ്പിക്കുക. क्या आप तय कर सकते हैं कि मेरे नगर में एक भी गली, एक भी खंभा ऐसा नहीं होगा जिस पर LED बल्ब ना लगा हो? आप देखिए नगर पालिका के, महानगर पालिका के बिजली का बिल एकदम से कम हो जाएगा और रोशनी बदलेगी, वो तो अलग। अब ये बड़ा अभियान के लिए करना चाहिए कि ये काम मुझे 2 महीने 3 महीने में पूरा करना है। एक भी बल्ब ऐसा नहीं होगा जो LED बल्ब ना हो। उसी प्रकार से आप अपने मतदाताओं को, अपने नगर के नागरिकों को, उनको खुश करने के लिए भी एक काम कर सकते हैं। हर घर में LED बल्ब हो। मध्यम वर्ग परिवार के घर में अगर LED बल्ब से लाइट चलेगा तो उसका बिजली का बिल 200, 500, 1000, 2000 कम आएगा. मध्यम वर्ग के पैसे बच जाएंगे. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാബാ സാഹിബ് അംബേദ്കറുടെ, മഹാത്മാഗാന്ധിയുടെ, സ്വാമി വിവേകാനന്ദന്റെ, ഭഗത് സിംഗിന്റെ, മഹാറാണ പ്രതാപിന്റെ, ശിവജിയുടെ, ഇവരിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രതിമകൾ കാണും. പ്രതിമകൾ സ്ഥാപിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്സാഹമാണ്. അത് കഴിഞ്ഞാലോ അതിനാരും ശ്രദ്ധിക്കാറില്ല. ജന്മവാർഷികത്തിലാണ് പിന്നെ നാം അതിനെ ഓർക്കുക. ഇത്തരം പ്രതിമകൾ വൃത്തിയായി സൂക്ഷിക്കാൻ NCC കേഡറ്റുകളെ ചുമതലപ്പെടുത്തുക. ഇവർ ആരായിരുന്നു, എന്തായിരുന്നു ഇവരുടെ സംഭാവന എന്ന് പ്രതിമകൾ സന്ദർശിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നഗരത്തെ മൊത്തത്തിൽ മാറ്റാൻ ഇതിനൊക്കെ വലിയ ശക്തിയുണ്ട്. ഈ അമൃത മഹോത്സവം നിങ്ങളുടെ കാലത്താണ് ആഘോഷിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട അവസരത്തിൽ ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെ എടുത്തു കാണിക്കുന്ന സ്വാതന്ത്ര്യ സമര സ്മാരകങ്ങൾ സ്ഥാപിക്കാം. ഇതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കണം. അല്ലാതെ ഗവൺമെന്റിന്റെ പണം ഉപയോഗിക്കരുത്. ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് മത്സരം നടത്തണം. മികച്ചതിന് അവാർഡ് നൽകണം. നിങ്ങളുടെ നഗരത്തിന് ഒരു വ്യക്തിത്വം വേണ്ടേ? ചില നഗരങ്ങളുണ്ട്, അവ അറിയപ്പെടുന്നത് അവിടെ നിർമ്മിക്കുന്ന ഭക്ഷണങ്ങളുടെ പേരിലാണ്. ഉദാഹരണം ബനാറസി പാൻ. ആരൊക്കെയോ ഇതിനായി അധ്വാനിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലായി നഗര പ്രശസ്തി. ഈ മേയർമാരൊക്കെ ആ പാൻ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ നഗരത്തിനും സ്വന്തമായി എന്തെങ്കിലും ഉൽപ്പന്നം ഉണ്ടാകണം, അല്ലെങ്കിൽ ചില ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ നഗരം അറിയപ്പെടാൻ. आपके कार्यकाल में यह आजादी का अमृत महोत्सव आया है. जब आजादी का अमृत महोत्सव आया है तो
क्या आप कम से कम एक चौराहा अपने नगर में, एक सर्कल जहां से 4-6 रास्ते निकलते हो, ऐसा बढ़िया सर्कल, उसमें पब्लिक प्राइवेट पार्टनरशिप से, सरकार का, म्युनिसिपैलिटी का पैसा नहीं, जन भागीदारी से कोई ऐसा स्मारक बना सकते हैं, यूनिक स्मारक, जो आजादी के अमृत महोत्सव से सुसंगत हो। ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പേരിൽ ഉത്തർപ്രദേശ് വളരെ പ്രശംസനീയമായ പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഓരോ ജില്ലയിലെയും ഏറ്റവും പ്രശസ്തമായ ഓരോ പ്രത്യേക ഉൽപ്പന്നത്തെ പദ്ധതി അടയാളപ്പെടുത്തിയിരിക്കുന്നു. സ്മാരകങ്ങളുമുണ്ട്. ഇത് വളരെ നല്ല പ്രയോജനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നഗരത്തിൽ ചിലപ്പോൾ കായിക ഉപകരണങ്ങൾക്ക് പ്രശസ്തമായ ചില സ്ഥലങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ബനാറസ് സാരി രാജ്യമെമ്പാടും പ്രശസ്തമാണ്. രാജ്യത്തെ ഏതെങ്കിലും ഭാഗത്ത് വിവാഹമുണ്ടെങ്കിൽ എല്ലാവരും ബനാറസ് സാരി വാങ്ങാൻ ഇഷ്ടപ്പെടുന്നു. അതിനാരോ വ്യാപാര മുദ്ര നൽകിയിട്ടുണ്ട്. അതുപോലെ രാജ്യമെങ്ങും പ്രശസ്തമായ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നിങ്ങളുടെ നഗരത്തിലും കാണും. അതേത് നഗരത്തിൻ്റെതുമാകാം. പാറ്റ്ന, ഹൈദരാബാദ്, കൊച്ചി, തിരുവനന്തപുരം അല്ലെങ്കിൽ ചെന്നൈ. നിങ്ങളുടെ നഗരത്തിൻ്റെ ഈ പ്രത്യേക ഉൽപ്പന്നം എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ഈ ഉൽപ്പന്നമാണ് നമ്മുടെ വലിയ ശക്തി എന്നും ഇതിന് പ്രചാരണം കൊടുക്കണമെന്നും നഗരവാസികൾ ഒന്നിച്ച് തീരുമാനിക്കുക. വൈകാതെ അത് വലിയ സാമ്പത്തിക പ്രവർത്തന മാർഗമായി തീരും. ചുരുക്കത്തിൽ നഗരങ്ങളുടെ വികസനം നാം ഒരു പുതിയ തലത്തിലൂടെ നടപ്പിലാക്കണം. ആ വഴിക്ക് പരിശ്രമിക്കണം. വാഹനങ്ങളുടെ എണ്ണത്തിലെ വളർച്ച മൂലം നഗരങ്ങളിൽ ഗതാഗത കുരുക്കിന്ന് വലിയ പ്രശ്നമാണ്. എത്രമാത്രം മേൽപ്പാലങ്ങൾ നിർമ്മിച്ചിട്ടും കാര്യമില്ല. സാഹചര്യങ്ങൾ മെച്ചപ്പെടില്ല. നിങ്ങൾ സൂറത്തിലേക്ക് ചെന്നാൽ കാണാം, ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും ഓരോ മേൽപ്പാലം. ഒരുപക്ഷെ അത് മേൽപ്പാലങ്ങളുടെ നഗരമാകാം. എന്നാൽ മേൽപ്പാലങ്ങൾ പ്രശ്നത്തിന് പരിഹാരമല്ല. നാം പൊതുഗതാഗത സമ്പ്രദായത്തിനും മെട്രോ ശൃംഖലയ്ക്കും വലിയ ഊന്നൽ നൽകുന്നു. എന്നാൽ ഇതിനുമപ്പുറം ധാരാളം കാര്യങ്ങളുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം. ഇതുപോലെയാണ് സ്വാവലംബിതരുടെ പ്രശ്നം. നാം അക്സസബിൾ ഇന്ത്യ ക്യാമ്പയിൻ വഴി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. പുതിയ കെട്ടിടങ്ങളും റോഡുകൾ മുറിച്ചു കടക്കാനുള്ള സ്ഥലങ്ങളും ശുചിമുറികളും ബസ്സുകളിൽ കയറാനുള്ള പടികളും അവർക്കായി നിർമ്മിച്ചു. അത് നമ്മുടെ ആസൂത്രണത്തിന്റെ ഭാഗമാക്കണം. എങ്കിൽ മാത്രമേ അത് നടപ്പിലാകൂ. चेन्नई की ये चीज बढ़िया है, आपके शहर के अंदर ऐसी कौन सी विशेषता है, पूरा शहर मिलकर के तय करे भाई हाँ हमारी ये सबसे बड़ी ताकत है, उसको कैसे बढ़ाया जाए. आप देखिए, एक इकोनॉमिक एक्टिविटी का एक बहुत बड़ा साधन बन जाएगा. यानी शहरों का डेवलपमेंट, उसमें एक नए स्तर पर हमको ले जाना है. उसकी दिशा में हमें प्रयास करना होगा. अब आप देखते हैं शहरों में बढ़ती हुई जनसंख्या, मोबिलिटी. ഒരു കാര്യം ശരിയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തി നമ്മുടെ നഗരങ്ങൾ തന്നെ. നഗരങ്ങളെ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ യോജിച്ച സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ നാം കൂടുതൽ ശ്രദ്ധിക്കണം. നഗരങ്ങളെ ഊർജ്ജസ്വലങ്ങളായ സാമ്പത്തിക കേന്ദ്രങ്ങളാക്കി നാം മാറ്റണം. പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ യോജിച്ച സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ നാം കൂടുതൽ ശ്രദ്ധിക്കണം. തൊഴിലാളികൾക്ക് അടുത്ത് തന്നെ താമസ സൗകര്യങ്ങൾ ഒരുക്കണം. അവർ ജോലി സ്ഥലത്തു നിന്ന് ദൂരെ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ആധുനിക വികസന മാതൃകയിൽ ആ സമഗ്ര സമീപനം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എല്ലാവരും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. ആ സ്ഥലത്ത് നല്ല സാഹചര്യമുണ്ട്. അവിടെ അയാൾക്ക് വ്യവസായം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന്
അയാളെ ബോധ്യപ്പെടുത്തണം. എപ്രകാരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നമ്മുടെ വികസന മാതൃകയിൽ ശാക്തീകരിക്കാമെന്നും ചിന്തിക്കണം. ഞാൻ സൂചിപ്പിച്ചവയെല്ലാം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ എല്ലാ മേയർമാരോടും അഭ്യർത്ഥിക്കുന്നു. അത് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധിയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ നഗരങ്ങളിലും തെരുവോര കച്ചവടക്കാരുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തിൽ അവരുടെ പ്രാധാന്യം വിസ്മരിക്കാനാവില്ല. സൂക്ഷ്മ സമ്പദ് വ്യവസ്ഥയിലെ സുപ്രധാന ശക്തിയുമാണ് അവർ. പക്ഷേ അവർ അവഗണിത വിഭാഗമാണ്. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ഹുണ്ടിക വ്യാപാരികൾക്ക് കനത്ത പലിശ നൽകി പണമുണ്ടാക്കി കൊടുക്കുന്ന, സമ്പാദ്യത്തിൽ പകുതിയും പലിശയായി നൽകി ബാക്കി കൊണ്ട് എങ്ങനെയെങ്കിലും കുടുംബം പുലർത്തുന്ന അവരെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും അലോസരപ്പെട്ടിട്ടുണ്ടോ? അവർ തെരുവിൽ വിളിച്ചു പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്നു, പട്ടിണിക്കെതിരെ പോരാടുന്നു, കഠിനമായി അധ്വാനിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ളതാണ് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധി. അവരില്ലായിരുന്നെങ്കിൽ ജീവിതം ക്ലേശകരമാകുമായിരുന്നു എന്ന് കൊറോണ കാലത്താണ് എല്ലാവരും തിരിച്ചറിഞ്ഞത്. കൊറോണ കാലത്ത് അവർ അവിടെ ഇല്ലായിരുന്നു. നേരത്തെ അത് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ പച്ചക്കറിക്കാരനും പാൽക്കാരനും പത്രം വിതരണക്കാരനും അടിച്ചുവാരുന്നവനും പാചകക്കാരനും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ എല്ലാവരും നന്നായി വിയർത്തു. ജീവിതത്തിനായി നമുക്ക് ഇവരെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വന്നു. കൊറോണ കാലം ഇവരുടെ പ്രാധാന്യവും വിലയും നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് അവരെ ഒപ്പം കൂട്ടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവരും നമ്മുടെ ജീവിതയാത്രയുടെ ഭാഗമാണ്. അതിനാണ് നാം വളരെ നല്ല പദ്ധതിയായ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധി ആരംഭിച്ചത്. लेकिन एक काम आप अगर करेंगे, आपको बहुत सुख मिलेगा, बहुत संतोष मिलेगा, और वो है पीएम स्वनिधि योजना. നിങ്ങളുടെ നഗരത്തിലുള്ള ഇവരുടെ പട്ടിക തയ്യാറാക്കുക. മൊബൈൽ ഫോണിൽ കൂടി പണമിടപാട് നടത്താൻ അവരെ പഠിപ്പിക്കുക. അവർക്ക് ബാങ്കിൽ നിന്ന് പണം ലഭിക്കും. മൊത്ത വ്യാപാരിയിൽ നിന്ന് ഫോൺ വഴി അവർ പണം നൽകി പച്ചക്കറികൾ വാങ്ങിക്കൊള്ളും. പിന്നീട് അവർ നൂറുകണക്കിന് വീടുകളിൽ അതെത്തിക്കും. വീട്ടമ്മമാരിൽ നിന്ന് ഡിജിറ്റൽ ഇടപാടിലൂടെ വില ഈടാക്കിക്കൊള്ളും. 100% ഡിജിറ്റൽ പണമിടപാട് നടത്താൻ അവർക്കായാൽ ബാങ്ക് അവരുടെ കച്ചവടം നിരീക്ഷിക്കും. പിന്നെ അവർക്ക് വായ്പ നൽകാൻ ബാങ്കിനും മടിയുണ്ടാവില്ല. 10,000 രൂപ മുടക്കി അവർ വ്യാപാരം ചെയ്ത് അത് മുഴുവനായി തിരിച്ചടച്ചാൽ ബാങ്ക് പിന്നെ 20,000 രൂപ നൽകും. പിന്നെ 50,000 രൂപയായി തുക വർദ്ധിപ്പിക്കും. അയാൾ 100% ഡിജിറ്റൽ ഇടപാടാണ് നടത്തിയതെങ്കിൽ പലിശ പോലും ബാങ്ക് ഇളവ് ചെയ്യും. കച്ചവടത്തിന് പലിശരഹിത വായ്പ ലഭിച്ചാൽ ഈ വ്യാപാരികൾ അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് അവരുടെ കുടുംബം സുഭിക്ഷമായി പുലർത്തും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകും. നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കും. ക്രമേണ കച്ചവടം വികസിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. घर में सफाई करने वाला नहीं आया, खाना पकाने वाला नहीं आया, कपड़े धोने वाला नहीं आया, सबका पसीना निकल गया था. कोरोना ने हमारे ये जो हमारी मदद करने वाला पूरा वर्ग है, जिनके भरोसे हमारी जिंदगी चलती है, ये कितने मूल्यवान है, कितने बहुमूल्य है, ये हमको समझा दिया है. उसकी ताकत का हमें एहसास करवा दिया है. हमारा दायित्व बनता है कि हम अब एक जीवन का जिम्मेवारी का हिस्सा बनाएं कि हम इनको कभी अकेला नहीं छोड़ेंगे. പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധിക്ക് മുൻഗണന നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
അടുത്ത വർഷം ജനുവരി 26 മുമ്പായി 100, 500, 1000, 2000 തെരുവ് കച്ചവടക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് തുറന്ന് അവർക്ക് ഡിജിറ്റൽ പണമിടപാടിൽ പരിശീലനം നൽകുമെന്ന് കാശിയുടെ മണ്ണിൽ നിന്ന്, ഗംഗാമാതാവിന്റെ തീരത്ത് നിന്ന് പ്രതിജ്ഞ എടുക്കാമോ? അവർക്ക് സാധനങ്ങൾ നൽകുന്നവർക്കും പരിശീലനം നൽകണം. പിന്നെ വൈകില്ല, ഡിജിറ്റൽ വ്യാപാരം കുത്തനെ ഉയരും. തെരുവ് കച്ചവടക്കാർക്ക് പലിശരഹിതമായി അവരുടെ വ്യാപാരം വികസിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ കാശിയിൽ വന്നു, അതിനെ അടുത്തു നിന്ന് വീക്ഷിച്ചു. നിങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും കാണും. നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ എനിക്ക് അയച്ചാൽ കാശിയിലെ ചുമതലകൾ നിർവഹിക്കാൻ എനിക്കത് സഹായകമാകും. മേയർ എന്ന നിലയിൽ നിങ്ങളുടെ നഗരത്തിൽ ആരംഭിച്ചിരിക്കുന്ന സംരംഭങ്ങൾ കാശിക്കും പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി അത് എന്നെ കൂടി അറിയിക്കുക. എങ്കിൽ ഞാൻ നിങ്ങളോടെന്നും നന്ദിയുള്ളവനായിരിക്കും. നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ മേയർമാരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചത്. നിങ്ങളുടെ നഗരത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുന്ന ആശയങ്ങൾ കാശിയിലെ ജനങ്ങളുമായി പങ്കുവയ്ക്കുക. ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആ ആശയങ്ങൾ തീർച്ചയായും നടപ്പിലാക്കുന്നതായിരിക്കും. അതിന് ഞാൻ ആദ്യ വിദ്യാർത്ഥിയാകും. നാം എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. काशी की धरती से मां गंगा के तट पे आप संकल्प लेकर के जाइए कि इसी 2022 में जब 26 जनवरी आएगी, 26 जनवरी को पहले हम ये कर के जाएंगे. 26 जनवरी के पहले हमारे नगर के 200, 500, 1000, 2000 जो भी रेहड़ी पटरी वाले हैं, इनका बैंक का खाता खुल जाएगा. उनको डिजिटल लेन देन की ट्रेनिंग दी जाएगी. उनके जो जिन व्यापारियों से माल खरीदते हैं उनको भी डिजिटल की ट्रेनिंग दी जाएगी. जहां वो जाकर के माल अपना बेचते हैं उनको डिजिटल ट्रेनिंग दी जाएगी. देखते ही देखते ये डिजिटल का कारोबार भी बढ़ जाएगा. ഈ നിലയിൽ നിന്ന് ഇനിയും വളരെ ഉന്നതമായ പദവികളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ജീവിതത്തിൽ അവസരങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കണം, സർദാർ വല്ലഭായി പട്ടേൽ ആദ്യം മേയറായിരുന്നു. പിന്നീട് അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റായി. അന്ന് അഹമ്മദാബാദ് നഗരം വളരെ ചെറുതായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങുന്നത്. ഇന്ന് രാജ്യത്തെല്ലാവരും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. നമുക്ക് ഒത്തിരി നേതാക്കളുണ്ട്. അവരൊക്കെ മുനിസിപ്പാലിറ്റികളിൽ നിന്നാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. നിങ്ങളുടെ ജീവിതവും ആ ഘട്ടത്തിലാണ്. आपका मैं आभारी रहूंगा, क्योंकि मैं तो आप लोगों से सीखना चाहता हूं. सब मेयर को वहां बुलाया है, ये इसीलिए बुलाया है कि आप हमारे काशी वालों को कुछ सिखाइए, कुछ समझाइए. जो आपने नया किया है उनको बताइए. हम काशी में जरूर आपसे सीखेंगे. आपसे चीजें सीख करके हम जरूर मेरे काशी में लागू करेंगे. और मैं सबसे पहला विद्यार्थी बनूंगा, मैं इसको सीखूंगा. दूसरा, हम सब राजनीति से जुड़े हुए लोग हैं. आप सबको पता होगा कि एक ऐसा पद होता है जहां से राजनीति जीवन में आगे बढ़ने के बहुत अच्छे अवसर मिलते हैं. आप सबको पता होगा, सरदार वल्लभ भाई पटेल जब अहमदाबाद शहर बहुत छोटा था, एक नगर पालिका थी, सरदार साहब गुलामी के कालखंड में उसके मेयर बने थे, अध्यक्ष बने थे. और वहीं से उनकी जीवन यात्रा शुरू हुई और आज भी देश उनको याद कर रहा है. സ്വന്തം പ്രദേശത്തിന്റെ വികസനത്തിനായി, കൂടുതൽ ശോഭനമായ രാഷ്ട്രീയ ഭാവിക്കായി പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങളും പ്രതിജ്ഞാബദ്ധമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആധുനിക നഗരങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം പൈതൃകവും പുനർജീവിപ്പിക്കപ്പെടണം. പൈതൃകവും വികസനവും നമുക്ക് വേണം. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി നിങ്ങൾ മുന്നേറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ കാശിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാശിയിലെ ജനങ്ങൾ നിങ്ങളെ നന്നായി പരിചരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഊഷ്മള ഹൃദയരാണവർ.
അവരുടെ സ്നേഹവും കരുതലും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നും അപ്രകാരം സംഭവിക്കട്ടെ. വളരെ നന്ദി. ശുഭാശംസകൾ. आपको कभी कमी महसूस नहीं होने देंगे. उस प्यार को लेकर के आप जाइए. बहुत बहुत धन्यवाद. बहुत बहुत शुभकामनाएं.